മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂലേ ആ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ ഇന്റർവ്യൂയിലേക്ക് കേറുന്നതിന് മുമ്പ് എന്റെ ഷർട്ട് ഒന്ന് കീറി ഒരു എമർജൻസി ആയിട്ട് ഒരു 1000 രൂപ മറിക്കാൻ ഉണ്ടാവോ? എപ്പോ തിരിച്ചു തരാൻ പറ്റും? ഓക്കെ. മലയാളത്തിൽ മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു തമിഴ് വർക്ക് കൂടെ വന്നിട്ടുണ്ട്, കൺഫേം ആയിട്ടില്ല. എല്ലാം ആയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. സൈക്കോ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, എനിക്ക് സൈക്കോ ആയിട്ടുള്ള ഹസ്ബൻഡ് എന്നെ 3 പേര് എന്നെ വിളിച്ചു. അതിൽ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി 3 പേര് വിളിക്കുന്നത്. അപ്പോൾ ജനിച്ചിട്ട് 1-2 ദിവസമൊക്കെ ആയ കുട്ടികളെ കൊലപ്പെടുത്തിയ കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാറുണ്ട്. ഇമോഷണലി കാണാതെ നമ്മളതിനെ പ്രാക്ടിക്കലി കണ്ട് അതിൽ നമുക്ക് എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് കറക്റ്റായിട്ട് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ചോറ് തന്നെയാണ് താല്പര്യം, ചോറാണ് ഇഷ്ടം. നമ്മളായിട്ട് എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇപ്പം റീൽ എടുക്കുമ്പോൾ ഓൺ വോയിസ് ചെയ്യല്ലേ, അതൊക്കെ എത്ര ടൈം എടുക്കും? ഇതേപോലെ തന്നെയാണോ പെട്ടെന്ന് ഓൺ വോയിസ് ചെയ്യുമ്പോൾ? ഓൺ വോയിസ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അസോസിയേറ്റ് ചെയ്യുക ചെയ്ത പപ്പടം എന്ന് പറഞ്ഞൊരു ടീം, പിന്നെ റാസ് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ 2 പേജിൽ അവരുടെ സീരീസ്, റാസ് എൻ്റർടൈൻമെൻറ്റ് സീരീസ് ചെയ്തായിരുന്നു. പപ്പടത്തിൽ 2-3 വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഡയറക്ടറുണ്ട്. പപ്പടത്തിൻ്റെ ആണ് ബിസാൽ എന്ന് പറയും, നമ്മുടെ റാസിൻ്റെ ആണ് 2 പേരുണ്ട്, ഒന്ന് ജോഷോ, ഒന്ന് ക്രിസ്റ്റഫർ. അപ്പം ഇവർ 2 പേരും ലീഡ് ചെയ്യുന്നതനുസരിച്ച് അതിങ്ങനെ വരണമെന്ന് പറയും. നമ്മുടെ ഒരു സിനിമാറ്റിക് രീതി എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഉള്ള രീതിയിലാണ് അവർ പറയുന്നതും ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ചിലപ്പോൾ ഒരു മോഡുലേഷൻ അവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് വരണമല്ലോ. അപ്പോൾ അവർ പറയും അത് ഈ മോഡുലേഷൻ ഇങ്ങനെ പിടിക്കുക, ആ മോഡുലേഷൻ അങ്ങനെ പിടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിനിമാറ്റിക് രീതിയിൽ തന്നെയാണ് എടുത്തു പോകുന്നത്. ഇപ്പം മൂവീസിൽ വന്നു സൗദി വെള്ളക്കയിൽ, അപ്പോൾ ആ ഒരു മൂവിയിൽ ഫസ്റ്റ് ഡേ ഓൺ സെറ്റ് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? ഉണ്ട്. ടെൻഷൻ ഉണ്ടായിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ട്. കാരണം എന്നാ നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ റീല് ചെയ്യുന്നത് പോലെ അല്ല സിനിമ എന്ന് പറയുന്നത്. പിന്നെ ആ സിനിമയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് ചെന്നിട്ട് എൻ്റെ ഷോട്ട് എടുക്കുന്ന വെളുപ്പിന് 4 മണിക്കാണ് ഷോട്ട്. അപ്പം അത്രയും നേരം ഒരു വെയിറ്റിങ്. സ്വാഭാവികമായിട്ട് അവിടെ ഇരിക്കുന്ന ഞാൻ മാത്രമല്ല, അല്ല ഇപ്പം നമ്മളിപ്പോൾ വിചാരിക്കും ഇതെന്താ വരാത്ത നമുക്ക് അറിയില്ലല്ലോ. അപ്പം പിന്നീട് അതിൻ്റെ ഒരു പ്രോസസ്സിങ് അങ്ങനെയാണ്. നമ്മുടെ ഒരു സമയം ആവുന്നോടം വരെ വെയിറ്റ് ചെയ്യുക. സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ നീണ്ട് ചിലപ്പോൾ 24 hours വരെയൊക്കെ പോകാം, ഷൂട്ട് ചെയ്തങ്ങ് പോകാം. അപ്പോൾ നമ്മുടെ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ആ ഡയറക്ടേഴ്സും അവരും അതിൻ്റെ ക്രൂ എല്ലാം ഈ നൈറ്റ് ഉറങ്ങാതെ നിന്ന് ചെയ്യുകയാണ്. പിന്നെ നമ്മളും ആ കൂടെ ചെയ്യുക, ആ കൂടെ നിൽക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഓക്കെ ആക്കിയോ? അത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു, 4-5 പേരുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് 1-2 ഷോട്ട് മൊത്തത്തിൽ, അതിപ്പോൾ ആരുടെ ഒരു കുറ്റമായിട്ടും അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ ഒരു കുറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അഭിനയിക്കുന്ന തെറ്റെന്ന് മാത്രം അല്ല, അതിൻ്റെതായ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ക്യാമറ വരുമ്പോൾ ലൈറ്റിങ്ങിന് ചിലപ്പോൾ പ്രശ്നം വരാം, അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ അകത്ത് ചിലപ്പോൾ വർക്കൗട്ട് ആവാതെ വരാം. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി അങ്ങനെയൊക്കെ 1-2 കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കാക്കിക്കുള്ളിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടി ആവുന്നുണ്ട്. ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും മാറ്റി വെച്ച് എൻ്റർടൈൻമെൻറ്റ് സോണും കൂടി ആവുന്നുണ്ട് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ. അത് ശരിയാണോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ എല്ലാവരും അതിപ്പോൾ കാക്കിന്ന് മാത്രമല്ല, എല്ലാവരും ഇന്നത്തെ കാലത്ത് നമ്മളെ പോലെ അവരുടെ വർക്കിൽ സ്ട്രെസ്ഫുള്ളാണ്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താലേ അതിൻ്റെ ഒരു ഔട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികളായിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് സൈഡ് നമ്മുടെ ഉള്ളിലെ സർഗാത്മക കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം വരുമ്പോൾ അപ്പോൾ അതിനുവേണ്ടി ഒരുപക്ഷെ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലീവിലേക്ക് വരുമ്പോൾ ചെയ്യാവുന്ന പോലെ നമ്മളിപ്പോൾ 2 മണി വരെ 3 മണി വരെ രാത്രി ചെയ്യുമ്പോഴും നമുക്കതിൽ വേറെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഉറക്കം പോയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ, ചെയ്ത് തീർന്നാൽ നമുക്ക് ഹാപ്പിനെസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അത് ഹാപ്പിനെസ് തന്നെയാണ്. പക്ഷെ വേറൊരു സൈഡിൽ ഇപ്പം ഒരു കോയിന് 2 സൈഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡാണ്. ഇപ്പം നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കേണ്ട സമയത്ത് നമ്മുടെ റീൽസോ എന്തെങ്കിലും കണ്ടിരിക്കുന്ന ആരാധകരെ നമ്മളിപ്പോൾ പോലീസ് ട്രാഫിക്കിലോ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും കാര്യത്തിന് അവരെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സീരിയസ്നെസ് അവരുടെ അടുത്ത് പ്രകടിപ്പിക്കാൻ പറ്റാറുണ്ടോ? പ്രകടിപ്പിച്ചാൽ തന്നെ ആ രീതിയിൽ തന്നെ അവർ ഉൾക്കൊള്ളണം എന്നില്ല. അവർക്ക് നമ്മൾ ചെയ്ത ആ ഒരു റീല് ആ ഒരു കോമഡി റീലായിരിക്കാം. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടോ? ജോലിയിൽ നിൽക്കുമ്പോഴാണോ? യെസ്, ജോലിയിൽ നിന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഫോറൻസിക്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് പേരൊക്കെ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം നമ്മൾ കൂൾ ആൻഡ് കാം
അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവരൊന്ന് അപ്പോഴും നമുക്ക് സന്തോഷമാണ്, കാരണം അപ്പോൾ ആൾക്കാർ അറിയുന്നുണ്ടെന്നപ്പം നമ്മൾ വിചാരിച്ചു. അതിനുശേഷം ഇപ്പോഴാണല്ലോ ഒരു കുറച്ചുകൂടി ഒരു ഔട്ട് നമുക്ക് കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജോലി അതിനുശേഷം ബ്രേക്ക് ആയതുകൊണ്ട് അത് ജോലിയും അത് തമ്മിൽ അങ്ങനെ ബാധിക്കാറില്ല. ഫോറൻസിക് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താൽ പോലും, നമ്മൾ എത്രത്തോളം സത്യത്തിൻ്റെ അടുത്തേക്ക് എത്തിയാൽ പോലും നമുക്ക് ചിലപ്പോൾ അത് തെളിയിക്കാൻ എവിഡൻസസ് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കത് സാറ്റിസ്ഫൈങ് ആയിരിക്കില്ല, 100% സാറ്റിസ്ഫൈങ് ആയിരിക്കണം എന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? ഇത് ഫോറൻസിക് എന്ന് പറയുന്നത് ശരിക്കും ഒരു സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലാണ്, പോലീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ തെളിവുകളുണ്ടോ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഓഫീസേഴ്സ് കളക്ട് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ നിന്നാലും രാത്രി നിന്നാലും ചിലപ്പോൾ പിറ്റേ ദിവസം വരേണ്ടി വന്നാലും ഒന്നും അവർ ഒരു ബാക്ക് ഔട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചില കേസുകൾ റിസൾട്ട് കിട്ടാറുണ്ട്, ചില കേസുകൾ റിസൾട്ട് കിട്ടാറില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അത് നമ്മുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെതായ കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മളെന്താ അതിന് ചെയ്യാറ്? ഇപ്പം നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മളിത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും, നമ്മൾ 100% ഔട്ട് കൊടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ഓവർകം ചെയ്യുക എങ്ങനെയാണ്? ഇല്ല, അത് ശരിക്കും കേസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇപ്പം നമ്മൾ സീനിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും എവിഡൻസ് കളക്ട് ചെയ്യുക, അതിനെ കളക്ട് ചെയ്ത സാധനത്തിനെ പിന്നീട് ലബോറട്ടറി വെച്ച് ചെക്ക് ചെയ്ത് അതിൻ്റെ ഔട്ട് എടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഫോറൻസിക്കിനുള്ളത്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരു ക്രൈം നടന്ന സ്പോട്ടിൽ പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് അവിടെ നിന്നിട്ട് ചിലപ്പോൾ അവരുടെ പേരൻസോ അവരുടെ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടാവും, അത് അവരുടെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് മെൻ്റലി ഡൗൺ ആവും. അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഇൻസിഡൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ട്. കാരണം ഇപ്പോൾ ജനിച്ചിട്ട് 1-2 ദിവസമൊക്കെ ആയ കുട്ടികളെ കൊലപ്പെടുത്തിയ കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ പക്ഷെ അപ്പോഴും നമ്മൾ ഇമോഷണലി അതിൻ്റെ പുറകെ പോയാൽ എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്കതിൻ്റെ തെളിവെടുക്കൽ അതിൻ്റെ പരിപാടിയിലേക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതിനെ ഇമോഷണലായിട്ട് കണ്ടാൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മളത് കുറച്ച് ഇമോഷണലി കാണാതെ നമ്മളതിനെ പ്രാക്ടിക്കലി കണ്ട് അതിൽ നമുക്ക് എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് കറക്റ്റായിട്ട് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കേസുകളാണ് കണ്ടത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു കേസിന് മുമ്പം നമ്മൾ 1-2 വയസ്സ് പോലും ഇല്ല, 1-2 ദിവസമുള്ള കുട്ടികളാന്ന് പറഞ്ഞല്ലോ. അപ്പം ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും, എങ്ങനെയായിരുന്നു അത് ഹാൻഡിൽ ചെയ്തത്? നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ല, ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് കൂടുതലായിട്ട്. കാരണം അവരാണ് ഇത് മൊത്തം കൈകാര്യം ചെയ്യുന്നതെല്ലാം. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യണേലും അല്ല പോലീസിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇൻക്വസ്റ്റ് എന്നൊരു പരിപാടിയുണ്ട്. അപ്പം നമ്മുടെ ബോഡി മൊത്തം പരിശോധിക്കാൻ, എവിടെയെങ്കിലും ചതവോ ഒടിവോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ബോഡി മൊത്തം പരിശോധിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. ഏത് സ്റ്റേഷനിലാണോ ക്രൈം ഉണ്ടായി അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇതിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരാണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരും. നമ്മൾ ഇത് കാണുന്നുണ്ടെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന അവരും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും ഒക്കെയാണ്. ഭക്ഷണപ്രിയനാണോ? കുഴപ്പമില്ല, എന്നാലും നമുക്ക് എപ്പോഴും ഒരു കംഫർട്ട് ഫുഡൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം ഒരു നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരാൾ അമ്മയുടെ അടുത്ത് എന്തായിരിക്കും വിളിച്ചു പറയുക? ബിബിൻ ചേട്ടൻ ഇന്ന സാധനം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കണേ. അങ്ങനെയൊന്നും വിളിച്ചു പറയാനൊന്നുമില്ല. എന്തമ്മ ഉണ്ടാക്കിയാലും നമുക്ക് പേഴ്സണലി ഇപ്പം എന്താ കുറച്ച് ഫുഡിനോട് താല്പര്യം ഉണ്ടാകും, ചില ഫുഡിനോട് താല്പര്യം ഇല്ലായിരിക്കാം. അന്നാ താല്പര്യം ഇല്ലാത്ത ഫുഡ് ഏതാ? താല്പര്യം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ഇഡലി ദോശ അങ്ങനെ അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇഡലി താല്പര്യം, ദോശ താല്പര്യം പോരാ, പിന്നെ അങ്ങ് കഴിക്കും, അത്രേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഇപ്പോൾ പ്രിഫർ ചെയ്യാറ്? ബ്രേക്ക്ഫാസ്റ്റിന് ആക്ച്വലി പോലീസ് ഓഫീസറൊക്കെ ആയതുകൊണ്ട് മുട്ട, പഴം അതൊക്കെ കഴിക്കാറുണ്ട്. ഫിറ്റ്നസ് നോക്കാറുള്ള ഒരു കൂട്ടത്തിൽ നോക്കാറുണ്ട്. അങ്ങനെ മുട്ട കഴിക്കാറുണ്ട്, അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട്. എത്ര മുട്ട? 1-2 2 പുഴുങ്ങിയ മുട്ട രാവിലെ. അത് കഴിഞ്ഞിട്ട് എന്താണോ അത് വീട്ടിലെന്താണോ ഉണ്ടാക്കുന്നത് അത് എന്തായിരിക്കും കോമൺ ആയിട്ട്? എന്തായിരിക്കും ഉച്ചയ്ക്ക്? ഇതെല്ലാം ദോശ, ഇഡലി, ചോറ് കഴിക്കാറുണ്ടോ? നോർമലി ഇപ്പൊ കാർബ് അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ കേൾക്കാറില്ലേ? അപ്പോൾ ആസ് എ പോലീസ് ഓഫീസർ ഈ ഒരു കേൾക്കാറുണ്ട്, പക്ഷെ നമുക്ക് ചോറ് തന്നെയാണ് താല്പര്യം.
ചോറ് അവൾക്ക് തന്നെയാണ് ചോറാണ് താല്പര്യം. ഇഷ്ടം. ചോറിന്റെ കൂടെ ചോറിന്റെ കൂടെ വല്ല നോൺ വെജ് ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. എന്ത് നോൺ വെജാ? എല്ലാം പിടിക്കും, എന്തും പിടിക്കും. എന്നാലൊരു സ്പെഷ്യൽ ഡേ, ആ ഒരു ദിവസം എന്തായിരിക്കും വേണ്ടി വരാം? ചിക്കൻ, പോർക്ക്, എല്ലാം എല്ലാം, ബീഫ് എല്ലാം ഉണ്ടല്ലോ. ഇന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് എല്ലാം വേണം. എല്ലാം എല്ലാം ഉണ്ടെങ്കിൽ അത്രയും സൗകര്യം. വിപിൻ ചേട്ടന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് പി ചേട്ടൻ. അപ്പൊ നമുക്ക് പി ചേട്ടനെ വിളിച്ചിട്ട്, രാഹുലേട്ടനെ വിളിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രാങ്ക് ചെയ്യാം. ചേട്ടന്റെ ഷർട്ട് ജസ്റ്റ് ഒന്ന് കീറി, അപ്പൊ അത് പുതിയ ഇന്റർവ്യൂവിന് കയറാൻ നിൽക്കുകയാണല്ലോ, അപ്പം പുതിയ ഷർട്ട് വാങ്ങാൻ കാശില്ല. കാശ് പി ചേട്ടനെ വിളിച്ചിട്ട് വാങ്ങിയെടുക്കണം, 1000 രൂപ വാങ്ങിയെടുക്കണം. ശരി, നോക്കാം. അതായത് ഓൾറെഡി ഞാൻ പറയാം, ഇത് ഇന്റർവ്യൂവിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് പുള്ളിയെ ഞാൻ വിളിച്ചതുള്ളൂ ഒരു കാര്യം സംസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂവിലേക്ക് കയറുമോ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത്. അപ്പോൾ ഒരുപക്ഷെ പുള്ളിക്ക് മനസ്സിലാവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഞാൻ എന്തായാലും വിളിക്കാം. ഇന്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഷർട്ട് കീറി നോക്കാം. അല്ല, ഞാൻ വിളിക്കാം എന്തായാലും. എന്താ പറയാൻ നോക്കാം. ഓക്കെ. ഹലോ, അളിയ തിരക്കാണോ? അളിയ, ഇന്റർവ്യൂവിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ ഷർട്ട് ഒന്ന് കീറി. അപ്പോഴേ അല്ല, ഞാൻ വിളിച്ച കയറുന്നതല്ല, ഒരു എമർജൻസി ആയിട്ട് ഒരു 1000 രൂപ മറിക്കാൻ ഉണ്ടാവോ? നാളെ വരാം. എപ്പോ വേണേലും തിരിച്ചു തരും. കുറച്ച് കഴിഞ്ഞിട്ടാ മതി. ഓക്കെ. അതെ, ഇവരിവിടുന്ന് പറഞ്ഞിട്ടൊരു പ്രാങ്ക് കോള് ചെയ്താ. ഇവരിവിടുന്ന് പറഞ്ഞിട്ടേ ലൗഡ് സ്പീക്കറിലാണ് മറ്റേ ബീഫർ ബ്ലേസ് എന്ന് പറഞ്ഞ മറ്റേ ചാനലിൽ നിന്നുള്ള ഒരു പ്രാങ്ക് കോള് ചെയ്തതാണ്. അതെയോ? അല്ല, ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇട്ടോ. അയ്യോ, അടുത്ത ഇന്റർവ്യൂവിൽ കേറിയിരിക്കുക, അതിന്റെ ഇടയിലുള്ളത്. അപ്പൊ അതിന് കയറുന്നതിന് മുമ്പ് ഷർട്ട് കീറിയെന്ന് പറഞ്ഞിട്ട് ഇവര് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി എന്നാ. ഓക്കെ. ഇപ്പം മലയാളം മൂവീസിലേക്ക് ഏതെങ്കിലും പ്രോജക്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ചെയ്തിട്ടില്ല, പക്ഷെ സംസാരത്തിൽ നിൽക്കുകയാണ്. സംസാരത്തിലുണ്ട്. അത് പറയാൻ പറ്റില്ല. പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. മലയാളത്തിൽ മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു തമിഴ് വർക്ക് കൂടെ വന്നിട്ടുണ്ട്, കൺഫേം ആയിട്ടില്ല. എല്ലാം ആയിട്ട് പറയാന്ന് വിചാരിക്കുന്നു. എല്ലാം കൺഫർമേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം ഈ ഒരു പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ ഹീറോ ആവണമെന്നാണോ, അല്ലെങ്കിൽ വില്ലൻ വേണം, അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസ് വേണം എന്നാണോ ആഗ്രഹം? ഏത് റോള് ചെയ്യണം എന്നാ താല്പര്യം? ശരിക്കും നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഒരു സമയത്തൊക്കെ നായകനാവണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്. ഇത് എല്ലാം കൂടെ ഒരു മിക്സ് ആണ്, ആക്ച്വലി ഒരു അവിയൽ പരുവാണ്. അതായത് ക്യാരക്ടറും ചെയ്യണം, നായകനും ആകണം, വില്ലനും ആകണം എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. കാരണം ഇപ്പോൾ റീലൊക്കെ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞു വില്ലനായാൽ നന്നാവും എന്ന് പറഞ്ഞപ്പോൾ എസ് ജെ സൂര്യയുടെ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെ ഷമ്മിയുടെ ഒക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നെഗറ്റീവ് കഥാപാത്രമാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഷോർട്ട് ഫിലിംസിനൊക്കെ വേണ്ടി നമ്മളെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സൈക്കോ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, എനിക്ക് സൈക്കോ ആയിട്ടുള്ള ഹസ്ബൻഡ് എന്നെ 3 പേര് എന്നെ വിളിച്ചു. അതിൽ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി 3 പേര് വിളിക്കുന്നത്. അപ്പോൾ അവരത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന്. അതുപോലെ ജോർജ് സാറിൻ്റെ ചെയ്തപ്പം അതുപോലെ വരുന്ന, അല്ലെ അതുപോലെ എന്ന് പറഞ്ഞാൽ അതേപോലെ അല്ല, അതുപോലെ വരുന്ന ഒരു സാധനം വേണം എന്നുള്ള രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അതും ഇതുപോലെ ഒരു ഷോർട്ട് ഫിലിം ഒരെണ്ണം ചെയ്തു, ആ ഒരു മോഡ് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ആ ഒരു വില്ലനീസോ അല്ല അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ എല്ലാവരും പോലെ തന്നെ നായകനായാലൊക്കെ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ആരുടെങ്കിലും ജീവിതത്തിൽ ഒരു നായകനായിട്ടുണ്ടോ? എങ്ങനെ? അല്ല, നമ്മൾ ഈ ജോണർ മൂവീസ്, റോംകോം മൂവീസിലൊക്കെ നായകനാവുന്നത് നായികനെ പ്രേമിക്കുന്ന ആളാണല്ലോ. അങ്ങനെ ആരുടെങ്കിലും ജീവിതത്തിൽ നായകനായിട്ടുണ്ടോ? ഓ, അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ഇതുവരെ. ഓ, ഇല്ല, ഇതുവരെ ഒരാളോട് ഇഷ്ടം തോന്നിയിട്ടില്ല. അല്ല, എന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞതാണ്. അതെ, ഞാൻ ചോദിച്ചത് സ്കൂളിലെയും കോളേജിലെയും കാര്യമാണ്. ഇല്ല, ഇഷ്ടം തോന്നിയത് വൈഫിനോട് തന്നെയാണ് ഇഷ്ടം. ആണോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ശരിക്കും അങ്ങനെ തന്നെയാണ്. ലവ് മാരേജ് ആയിരുന്നോ? ആ, ലവ് മാരേജ്. എത്ര വർഷത്തെ പ്രണയമായിരുന്നു? അത് അങ്ങനെ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. കല്യാണം കഴിഞ്ഞു എന്ന് അറിയാമെങ്കിലും ലവ് മാരേജ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് പറഞ്ഞത്.
എങ്ങനെയായിരുന്നു, എന്ത് കാര്യത്തിലാ വീണ് പോയത് ചേച്ചിയുടെ ഇന്ന കാര്യങ്ങൾ? അത് ചേച്ചിയോട് ചോദിക്കട്ടെ. ചേട്ടനല്ലേ വീണത്? ഓ ശരി അങ്ങനെയില്ല, ആള് കൊള്ളാം. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണോ? അല്ല, ജൂനിയർ ആണ്. ഞങ്ങളൊരു ഇടവകയാണ്, അതായത് ഒരു സ്ഥലത്താണ്, പള്ളിയിലൊക്കെ ഒന്നിച്ചാണ്. ഇപ്പൊ ഒരേ ക്ലാസ്. പാട്ടുകാരിയാണോ? നോർമലി കൊയർ പാടുന്ന പെൺകുട്ടികളോട് ചെക്കന്മാർക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. അങ്ങനെ പള്ളിയിൽ വെച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു. ആരാ ആദ്യം ഇഷ്ടം പറഞ്ഞത്? ഞാനാണ് പറഞ്ഞത്. ചേച്ചി അപ്പൊ തന്നെ ഇഷ്ടം? ഓക്കെ, സെറ്റ് ആണ്. ഇല്ല, എത്ര നാള് പുറകെ നടന്ന്, എത്ര ചെരുപ്പ് തേഞ്ഞു പുറകെ നടന്ന്? അത് ഇപ്പോഴത്തെ കാലം പോലെ അല്ല അന്ന്. അപ്പോൾ അന്ന് സംസാരിച്ചപ്പോൾ ഇതുപോലെ വീട്ടിൽ ഒന്ന് ആലോചിക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നു. ഇതുപോലെ വീട്ടിൽ ചെന്ന് ആലോചിച്ച് അങ്ങനെയാണ് അത് ആക്ച്വലി നടന്നത്. ലവ് മാരേജ് എന്ന് പറയാൻ പറ്റില്ല, ചേച്ചി വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഇഷ്ടമാണ്, പക്ഷെ ഈ പറഞ്ഞ വീട്ടില് സമ്മതിക്കണം, അങ്ങനെ ഒരു ഇതിലാണ് നിന്നത്. വീട്ടില് പറഞ്ഞപ്പോ എന്തായിരുന്നു സിറ്റുവേഷൻ? കുഴപ്പമൊന്നുമില്ല, നല്ല ചെക്കനാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇത്ര നല്ല ചെറുക്കനാ അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അല്ലേ? അങ്ങനെ പറയാം നമുക്ക്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവിടെ നാട്ടിലൊന്നും അങ്ങനെ വേറെ ചീത്തപ്പേരൊന്നും ഇല്ല. ചീത്തപ്പേര് നമ്മള് തെന്നിത്തരങ്ങൾ കാണിക്കാറുണ്ടെങ്കിലും നാട്ടുകാരെ അറിയില്ല. തെന്നിത്തരം കാണിക്കാറില്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്ത് വന്നാലും വിട്ടറിയില്ല. ഇല്ല, അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു റീലും കൂടി നമുക്ക് വേണ്ടി ചെയ്തിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ചേട്ടന് ഇഷ്ടമുള്ള ഒരു റീൽ. ഇത്രയും നേരം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു, നീ ചേട്ടന് ഇഷ്ടമുള്ളത് ചെയ്തോ. അപ്പൊ പേര് വന്ന കുഞ്ഞിന് തരാം എന്നാ കേട്ടോ. മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചിന് എനിക്ക് സൗകര്യമുള്ള പേര് വെച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാമരനായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് നല്ലപോലെ അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ഒരു ചെറിയ 2 സെഗ്മെന്റും കൂടി. 2 സെഗ്മെന്റ് ജസ്റ്റ്. അപ്പം നമ്മൾ ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് പറയും, അതിനകത്ത് ഏതാണ് ഇഷ്ടമുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റ് ബിരിയാണി ഓർ മന്തി? ബിരിയാണി ഓർ അൽഫാം? ബിരിയാണി ഓർ സദ്യ? എനിക്ക് ബിരിയാണി ഓർ അൽഫാം? ബിരിയാണിക്ക് മേലെ എന്തെങ്കിലും തോന്നില്ല. ബിരിയാണി ഓർ പൊറോട്ട? പൊറോട്ട ചിക്കൻ കറി? ബിരിയാണി ഓർ പൊറോട്ട ബീഫ്? മലയാളിയുടെ വികാരാണ് പൊറോട്ട ബീഫ്. അയ്യോ, ബിരിയാണി ഓർ പുട്ടും? നമുക്കിതിൽ ബിരിയാണിയിൽ ഉറപ്പിച്ചു. ഇനി വേറെ ഒന്നുമില്ല അതൊക്കെ മേലെ? ബിരിയാണി ഓർ കഞ്ഞി? ബിരിയാണി ഓർ പഴങ്കഞ്ഞി? ബിരിയാണി ഓർ ചട്ടിച്ചോറ്? എന്ത് ചെയ്താ ഒരു കാര്യമില്ല അല്ലേ? കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇല്ല. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണിയാണ്. എങ്ങനെ ഉണ്ടാക്കാന്നറിയോ? ഇല്ല. അതങ്ങനെ സംഭവിച്ചാൽ കുഴപ്പമില്ലല്ലോ. കുക്കിംഗ് അങ്ങനെ ചെയ്യാറില്ല. എന്നാലും ചെറുതായിട്ട് എന്തായിരിക്കും ഉണ്ടാക്കുക? ഓ ഇല്ല, വല്ല പപ്പടം വറക്കാനോ മുട്ട പൊരിക്കാനോ. മാഗി മറന്നുപോയി. മാഗി, ചായ, നൂഡിൽസ് അങ്ങനെ ഇതൊന്നും വലിയ താല്പര്യമില്ല. നോർമൽ അല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാറ്. ഓ, പപ്പടം നോർമൽ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. ഇനിയും അടിപൊളി പ്രോജക്ട്സ് വരട്ടെ. തമിഴ്, തെലുഗു, മലയാളം ഇൻഡസ്ട്രിയിൽ വെട്ടിത്തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമ്മളൊന്നും മറക്കാതിരിക്കാം. ഓക്കെ, അപ്പം ബിഫോർ ബ്ലേസ് മലയാളം പ്രേക്ഷകർക്ക് ഒരുപാട് താങ്ക് യു. നമ്മളെ 2 പേരെയും ഇത്രയും നേരം സഹിച്ചിരുന്നതിന് താങ്ക് യു. ബൈ. താങ്ക് യു.